ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് വിശുദ്ധ അംബ്രോസിന്റെ തിരുനാളാണ് കേട്ടോ. വിശുദ്ധ അംബ്രോസ് സഭയിൽ ഒരു മഹാവിശുദ്ധനാണ്. അപ്പോൾ അതുകൊണ്ട് അംബ്രോസിന്റെ കാര്യങ്ങളൊക്കെ കേട്ട് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. കുട്ടികളതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കണം കേട്ടോ. ഹു ഈസ് സെന്റ് അംബ്രോസ് അല്ലേ? ഹല്ലേലൂയ. നിങ്ങൾക്കിപ്പോൾ പല ഹെൽപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത് വെച്ചൊന്ന് നോക്ക് കേട്ടോ. പിന്നെ നമ്മുടെ സഹോദരങ്ങൾ ഇന്നൊരു സാക്ഷ്യം വായിക്കാം. സ്നേഹവാനപ്പെട്ട വിനോദിച്ച, എൻ്റെ പേര് ടീന, സ്ഥലം ചേർത്തലയാണ്. അച്ഛൻ്റെ ഒരു കുടുംബാംഗമാണ്. എൻ്റെ കുടുംബത്തിനായിട്ട് 2 രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ കത്തെഴുതുന്നത്. ആദ്യത്തേത് എൻ്റെ അമ്മയ്ക്കാണ്. എൻ്റെ അമ്മയ്ക്ക് 4-5 വർഷമായി ബ്രോങ്കൈറ്റിസ് തുടങ്ങിയിട്ട്. അതിനാൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചുമയും പനിയും വന്നുകൊണ്ടിരിക്കും. ചുമ തുടങ്ങിയാൽ എത്ര മരുന്ന് കഴിച്ചാലും കുറയില്ല. രാത്രിയിലും പകലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉറങ്ങാൻ പോലും കഴിയില്ല. കണ്ടു നിൽക്കാനും പാടാണ്. ശരിയാണ്, നിങ്ങൾ ചുമച്ചു അങ്ങനത്തെ ഒരു ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നപ്പോൾ കുറച്ച് സിവിയർ ആയിട്ടാണ് വന്നത്. പല ഹോസ്പിറ്റലുകളിൽ മാറി കാണിച്ചു, അഡ്മിറ്റായി. എന്നിട്ടും കുറവുണ്ടായില്ല. ഫുഡും വെള്ളവും എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുന്ന സ്ഥിതിയായി. ഫുഡ് ഒന്നും കഴിക്കാതെ വന്നപ്പോൾ അമ്മ ഒത്തിരി വീക്കായി, ക്രിട്ടിക്കലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ 2291 എപ്പിസോഡ് കാണാനിടയായത്. ഡെയിലി ടോക്കിൻ്റെ കൂടെ ആ ടോക്ക് 9 ദിവസം കണ്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ അസുഖം നന്നായിട്ട് അങ്ങോട്ട് കുറഞ്ഞു. അമ്മ ഈ അവസ്ഥയിൽ തിരിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നല്ല. അസുഖം മാറി സാക്ഷ്യപ്പെടുത്താൻ നേർന്നു. അദ്ദേഹത്തിന് അമ്മയെ അസുഖം പൂർണ്ണമായി മാറി. അടുത്തതായി എൻ്റെ ഇളയ കുഞ്ഞിന് 7 മാസം പ്രായമുള്ളപ്പോൾ ഡയറിയ പിടിപെട്ടു. പല ഡോക്ടേഴ്സിനെ കാണിച്ചു. ഓരോരോ മെഡിസിൻസ് മാറി കൊടുത്താൽ കൂടുതലും ആൻറ്റിബയോട്ടിക്സ് ആയിരുന്നു. കുഞ്ഞായതിനാൽ ഇത്രയും മരുന്ന് കൊടുത്താൽ മരുന്ന് കൊടുക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പേടിയായിരുന്നു. അസുഖം മാറുന്നില്ലെന്ന് മാത്രമല്ല, വയറിൽ നിന്ന് പോകുന്നതിൻ്റെ കൂടെ ബ്ലഡ് സ്റ്റെയിനും കൂടെ വരാൻ വേണ്ടി തുടങ്ങി. എന്ത് കൊടുത്താലും അപ്പോൾ തന്നെ വയറ്റിൽ നിന്ന് പോകും. കുഞ്ഞിൻ്റെ ഫുഡിൽ മാറ്റം വരുത്തി നോക്കി, എങ്കിലും മാറ്റമൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ ഒരു ഡെയിലി ടോക്ക് 2496 ആയിരുന്നു. ഒരു കുഞ്ഞിന് ഉദര സംബന്ധമായ അസുഖത്തെ പറ്റിയായിരുന്നു അന്നത്തെ സാക്ഷ്യം. അന്നായിരുന്നു ആശീർവാദത്തിന്റെ സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ചാണ് ഈശോട് അതുപോലെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിച്ചു. ഇനി എൻ്റെ കുഞ്ഞിന് മരുന്ന് കൊടുക്കാൻ വയ്യ കർത്താവേ, നീ എൻ്റെ കുഞ്ഞിനെ തൊട്ട് സുഖപ്പെടുത്താൻ അസുഖം മാറിയ സാക്ഷ്യപ്പെടുന്ന നേർച്ച നടന്നപ്പോഴാണ്. അതിനുശേഷം സ്വിച്ച് ഇട്ട പോലെ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറി. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. പിന്നെ അവനിങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. എൻ്റെ കുടുംബത്തിന് അന്ന് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞ് സാക്ഷി എഴുതി അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിഷ്കളങ്ക വിശ്വാസം ആർക്കുണ്ടോ അവരവരെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതിനർത്ഥം മരുന്ന് വേണ്ടാന്നോ ചികിത്സ വേണ്ടാന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അതിലൂടെയും പ്രവർത്തിക്കുന്ന ഈശോ തന്നെയാണ്. പക്ഷേ ഈശോ ഇങ്ങനെയും പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നെന്തായാലും ഇങ്ങനത്തെ മേഖലകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥന നടത്താം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ജെറമ്യ 2:17 തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉപേക്ഷിച്ചാൽ ഇങ്ങനെ സംഭവിക്കും. ജെറമ്യ 2:17 വചനം. അതിന് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ. ചിലപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിലും നീ തന്നെ വരുത്തി വെച്ച ചിന്നിരുന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? ഇതെല്ലാം നീ കളിച്ച നീ തന്നെ വരുത്തി വെച്ചതല്ലേ. ഞാൻ അനുഭവിച്ചോ? ഈ ഒരു ഡയലോഗ് ഒട്ടുമിക്ക ആൾക്കാരെല്ലാവരും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും കോൺട്രാക്ഷൻ അല്ലേ, നീ വരുത്തി വെച്ചിട്ട് ഇപ്പം ഇരുന്ന് ഭാഗ്യം പറയണില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നൈസർഗികമായ വീട്ടിലെ സംഭാഷണങ്ങളൊക്കെയാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം പറയുകയാണ്, ഇസ്രായേലിനെ കർത്താവ് ഈജിപ്തിൽ നിന്ന് മരുഭൂമിയിലൂടെ നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ചെങ്കടലിന് നടുവിലൂടെ കൊണ്ടുപോകുമ്പോൾ, വെള്ളമില്ലാത്ത സ്ഥലത്തോടെ കൊണ്ടുപോകുമ്പോൾ, ഭക്ഷണമില്ലാത്ത സ്ഥലത്തോടെ കൊണ്ടുപോകുമ്പോൾ ദൈവം എന്തുമാത്രം നയിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാം, അതുപോലെ യാത്രയെ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ നീ നല്ല നാട്ടിലത് ഉപേക്ഷിച്ച് കളഞ്ഞു. എന്നിട്ട് നീ തന്നെ ഇതെല്ലാം വരുത്തി വെച്ചേച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാണ് ദൈവം കുറ്റപ്പെട്ടതുമല്ല. അവരനുദപിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൈവം അവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് എത്ര കയ്പ് നിറഞ്ഞതാണ് നമ്മൾ അനുഭവിച്ചറിയെന്ന് പറയാം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ, ഒരു കാലത്ത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാണെന്ന് വിചാരിക്കും, നന്നായിട്ട് വചനം വായിക്കും, നന്നായിട്ട് കൊന്തയെല്ലാം നന്നായിട്ട് എല്ലാം ചെയ്യും, പ്രാർത്ഥിച്ച ആളാണെന്ന് വിചാരിക്കുക. കുറച്ച് കാലത്തേക്ക് അതുകൊണ്ട് കട്ടായി പോകും വിചാരിക്കുക. പിന്നെ അതിലേക്ക് തിരിച്ചു കയറാൻ അത്ര എളുപ്പമല്ല. അതാണ് ദൈവത്തെ ഉപേക്ഷിച്ച് എത്ര കയ്പ് നിറഞ്ഞതാണെന്ന് അനുഭവിച്ചറിയുമെന്നുള്ള വചനത്തിൻ്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഉപേക്ഷിക്കരുത്. ബാക്കി എന്ത് ഉപേക്ഷിച്ചാലും ദൈവിക കാര്യങ്ങളിൽ ഒരു ലാക്കബുദ്ധി വരുത്തരുത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഈ ദൈവത്തെ കൈവിട്ടതിൻ്റെ ചില സാഹചര്യങ്ങൾ വരാം.
അറിയത്തില്ല, എല്ലാം അങ്ങനെയല്ല. സഹനം എന്ന് പറഞ്ഞ റിയാലിറ്റിയും കൂടി ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് എല്ലാം ദൈവത്തിന്റെ കൃപയായി മാറട്ടെ. ഈ ഇലക്ഷൻ ആയതുകൊണ്ട് ചുറ്റും അനൗൺസ്മെന്റാ, അതുകൊണ്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഗ്യാപ്പിലാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. കുറച്ച് സാറിന് കയറി വരും, സാരമില്ല. ഇതെല്ലാം ഒരു ജനകീയമായ ഒരു 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 ശുശ്രൂഷയും ടോക്കും കൂടിയാണല്ലോ ഇത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി പ്രത്യേകമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. ഈ വചനം ജീവിക്കാൻ, അതേപോലെ തന്നെ മുമ്പേ പറഞ്ഞ 2 സാക്ഷ്യങ്ങളുടെ മേഖല ഇതുപോലെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കാം. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവെ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട്, കൃപകൾ കൊണ്ട് ഇവരെ ഓരോരുത്തരും നിറയ്ക്കണം. എൻ്റെ ദൈവമേ, കർത്താവിനെ ഉപേക്ഷിക്കാതിരിക്കാൻ തക്കവിധം കർത്താവ് ഇന്ന് അവരെ നയിച്ച വഴികൾ ഓർത്തോർത്ത് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തക്കവിധം ദൈവത്തിന്റെ കൃപ, ഈ വചനം ജീവിക്കാനുള്ള കൃപ നിങ്ങളെ താങ്ങട്ടെ. നിങ്ങളെ ചിലബന്ധ ദുഷ്ടാരും ഈശോനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാത്മയിൽ ബന്ധിക്കുന്നു. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ വചനം നിങ്ങളെ താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് നാളുകളായിട്ട് ബ്രോങ്കൈറ്റിസ് മൂലം ക്ലേശിക്കുന്ന ഓരോ വ്യക്തികളെയും, കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും, അവരുടെ മുമ്പിലെല്ലാം ഈശോയുടെ നാമം ഒന്ന് തന്നെയാണ്. ഈശോയുടെ നാമത്തിൽ ശക്തിയാൽ, ഈശോയുടെ വചനത്തിൽ ശക്തിയാൽ, ഈശോയുടെ കുരിശിന്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, ഉദരസംബന്ധമായ രോഗപീഠമുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശീർവദിക്കുകയാണ്. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ സൗഖ്യം പ്രാപിക്കുക. കർത്താവ് നിന്നെ തൊടട്ടെ. നീ ഒരു സാക്ഷിയായി മാറട്ടെ. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.